ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. നല്ലൊരു വിൻഡി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കാറ്റുകാലം ഭയങ്കര ഇഷ്ടമാണ്, മഴക്കാലത്തിനേക്കാളും. എന്നിട്ട് ഞാൻ എക്സസൈസൊക്കെ ചെയ്തു. പക്ഷെ ചെയ്യാതെ ചെയ്യുമ്പോഴുള്ളൊരു വയ്യായ്ക ഉണ്ടെങ്കിലും പക്ഷെ ചെയ്തല്ലേ പറ്റൂ. നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ മൈൻഡ് ഭയങ്കര റീഫ്രഷ് ആവും. അത് കഴിഞ്ഞ് ഞാനൊരു ഐസ് ബാത്ത് ഫേസിൽ വെച്ചു. നല്ല റീഫ്രഷിംഗ് ആണ്. അതുമാത്രമല്ല, നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്. ആ കോൾഡ് വാട്ടർ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ആൻസൈറ്റി ഒക്കെ എടുത്ത് കളയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഭയങ്കര പുളിയായിരുന്നു ആ ലൈം ജ്യൂസിൽ. അയ്യോ, നല്ല പുളി. ഇന്ന് എനിക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. സോ ഞാൻ എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു, ഒന്ന് വൃത്തിയാക്കി വെച്ചു. ആ സ്റ്റാർ കാണാൻ നല്ല രസമല്ല, അതിങ്ങനെ കാറ്റത്ത് ആടുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഒരു കാം ഫീല് കിട്ടി. പിന്നെ ഹോൾ ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഈ ഫോട്ടോ ഞങ്ങൾ യൂണിസോളിൽ ബാംഗ്ലൂർ പോയപ്പോൾ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സബ ജെല്ലി കഴിച്ചു. ഭയങ്കര കറുമുറാണ് ഇത് കഴിക്കാൻ. പഠിക്കാനുള്ളതൊക്കെ ഞാനൊന്ന് എഴുതി വെച്ചു. എഴുതി വയ്ക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് കഴിഞ്ഞ് ഇത് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്ത വരും. സോ ഞാനതൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. എനിക്ക് സൈലത്തിലേക്ക് പഠിക്കാൻ 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് ആദ്യം വായിച്ചു. എന്നിട്ട് പഠിച്ച ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മെയിൻ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുട്ടുണ്ടാക്കി. കുറച്ച് ബനാനയും കൂടിയും വെച്ചിട്ട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ഓണത്തിന് പൂവട എന്ന് പറഞ്ഞിട്ട്. ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അത് വേവുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് വായിക്കുമായിരുന്നു. പുട്ട് അങ്ങനെ റെഡിയായി. എന്നിട്ട് ഞാനത് കഴിച്ചു. ഈ യെല്ലോ കളർ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. സോ ഞാനൊരു കുപ്പിയിൽ വെള്ളം കൊണ്ട് വെച്ചിരിക്കുക. ആ കുപ്പിയുടെ ഭംഗി കണ്ടിട്ടെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ ഉണ്ടാക്കി കുടിച്ചു. അതിൻ്റെ ഒപ്പം ചക്രം ഉണ്ടായിരുന്നു. ഇതിന് ഞങ്ങൾ ചക്രം എന്നാണ് പറയുക. നല്ല കറുമുറാണ്. ഞാനത് ഫുള്ളിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ സ്ലൈഡ് ഉണ്ട്. എനിക്ക് ഈ സ്ലൈഡ് കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ലുലു മാൾ ഓഫറായ കാരണമാണോ എന്നറിയില്ല, ഭയങ്കര തിരക്കാണ് കൊച്ചിയിൽ. ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഒരു കാറിലൊരു കുഞ്ഞു ഷിറ്റ്സുവിനെ കണ്ടു. ആൾ ഞങ്ങളെ നോക്കി ഹായൊക്കെ പറഞ്ഞു. ദാറ്റ് വാസ് സോ സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഹാപ്പിയായ സമയത്തൊക്കെ. എന്നിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവ് അവിടെ എത്തി. ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു പബ്സ് കഴിച്ചു. എവിടുത്തെ പബ്സാണെങ്കിലും ഞങ്ങൾ പാലാരിവട്ടത്തെ ജയ ബേക്കറിയിലത്തെ പബ്സാണ് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തി. അപ്പോൾ തന്നെ ഒരു ചേട്ടൻ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ബോട്ടിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ പോയില്ല. ബോട്ടിലൊക്കെ പാർട്ടി നടക്കുന്നത് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഭയങ്കര ഇരുട്ടായ കാരണം ഒന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല.
അവിടുന്ന് ഞാനൊരു ചോക്കോബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് അപ്പം തന്നെ അത് പൊളിച്ചെടുത്ത് കഴിച്ചു. കുറച്ച് മാംഗോസൊക്കെ കഴിച്ചു. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അത് ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും ജേർണൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും ജസ്റ്റ് അതൊക്കെ ഒന്ന് എഴുതി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മൈൻഡ് റിഫ്രഷ് ആവും, മൈൻഡ് നല്ല കാമാവും. ഇത് ബേക്കറിയിൽ നിന്ന് കിട്ടിയ ടിഷ്യൂ എന്നുള്ളതായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ ജേർണൽ ഐറ്റംസ് ഒന്നുമില്ല. ഉള്ള സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴൊക്കെ നല്ല ഹാപ്പിനെസ് കിട്ടാറുണ്ട്. ഇതിൽ ഞാനിന്ന് ഇട്ട ഡ്രസ്സിൻ്റെ പോലത്തെ ഒരു സംഭവം ഞാൻ ഒട്ടിച്ച്. ഇന്ന് കണ്ട ഷിറ്റ്സുവിനെ പോലെ ഒരു സംഭവം വരച്ച് വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പണ്ട് ഞാൻ നന്നായി വരയ്ക്കുമായിരുന്നു. ബെസ്റ്റൊന്നും അല്ലെങ്കിലും ഞാൻ വരയ്ക്കുമായിരുന്നു. സോ പിന്നീട് അത് എപ്പോഴൊക്കെയോ വരയ്ക്കൽ നിന്നു, വരയ്ക്കാൻ അറിയാതായി. സോ ഞാനത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. So okay, bye guys. Next video will come.